ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെ നമ്മുടെ സോഷ്യലിൻ്റെ അല്ലേ കോണ്ടിനൻസ് ഭൂഖണ്ഡങ്ങളിലൂടെയുള്ള എന്ന പാഠമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ഓർക്കുന്നുണ്ട് ഇന്നലെ പഠിച്ചേക്കാം 4 ഭൂഖണ്ഡങ്ങളെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. ആ 4 പേരെ നമ്മൾ കണ്ടേ. ഓർക്കുന്നുണ്ടോ അവരുടെ കാര്യങ്ങളൊക്കെ? ഉണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പറയാവോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വലുപ്പത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാ? ഏത് ഭൂഖണ്ഡ വലുപ്പത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്നത്? ഏഷ്യ. ഓക്കെ, ഏഷ്യയാണ് വലുപ്പത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഞ്ചമഹാതടാകങ്ങളുള്ളത് എവിടെയാ? ഏത് ഭൂഖണ്ഡത്തിലാണ് പഞ്ചമഹാതടാകങ്ങളുള്ളത്? ഏഷ്യ, ആഫ്രിക്ക. നോട്ട് നോക്കാൻ പോകണല്ലായിരുന്നു. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. എവിടെയാ പഞ്ചമഹാതടാകങ്ങളുള്ളത്? മറന്നുപോയോ? ഹലോ, എവിടെയാ? തെക്കേ അമേരിക്കയാണോ വടക്കേ അമേരിക്കയാണോ എന്ന് പറഞ്ഞാൽ മതി. പഞ്ചമഹാതടാകങ്ങൾ എവിടെയായിരുന്നു? വടക്കേ അമേരിക്ക. ശരിയാട്ടോ. ഇനി നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന എന്നതായിരുന്നു? എന്തോ ഒരു പ്രത്യേക സാധനം ഉണ്ടായിരുന്നല്ലോ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ആമസോൺ മഴക്കാടുകൾ. അതെവിടെയാ? അത് ഏത് ഭൂഖണ്ഡത്തിലാ ആമസോൺ മഴക്കാട്? തെക്കേ അമേരിക്ക. അപ്പം എല്ലാവരും പഠിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമായി. സാർ ഇവിടെ ഇരുന്ന് കേൾക്കുമായിരുന്നു. സാറ് കേൾക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പറഞ്ഞ ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ 5-ാമത്തെ ഭൂഖണ്ഡത്തിൻ്റെ കാര്യം നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇവിടെ തന്നെ കിടപ്പുണ്ട്, നമ്മുടെ വെളുത്ത ഭൂഖണ്ഡം. അപ്പോൾ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആരാണ്? അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയാണ് നമ്മുടെ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. അപ്പോൾ 5-ാമത്തെ ഭൂഖണ്ഡത്തെ പറ്റി നമ്മൾ നോക്കുവാണ്. അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക അറിയപ്പെടുന്ന എന്താണ്? വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതാണ് അന്റാർട്ടിക്ക. കൂടെ തന്നെ ചോദിക്കട്ടെ, നമ്മുടെ ഇക്വേറ്ററും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും ഒരുപോലെ കടന്നു പോകുന്നൊരു ഭൂഖണ്ഡം ഉണ്ടല്ലോ, അതാരായിരുന്നു? ഏഷ്യ ആയിരുന്നോ, ആഫ്രിക്ക ആയിരുന്നോ, ഓസ്ട്രേലിയ ആയിരുന്നോ, നോർത്ത് അമേരിക്ക? ആഫ്രിക്ക. ശരിയാട്ടോ, ആഫ്രിക്കയാണേ അത്. അപ്പോൾ ഓർത്തിരിക്കണം കേട്ടോ എല്ലാത്തിൻ്റെ പോയിന്റുകൾ. അങ്ങനെയാണെങ്കിൽ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ അന്റാർട്ടിക്ക. ഇത് എവിടെ? മൈത്രി, ഭാരതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് വിവിധ പഠനങ്ങൾക്കായി ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. അപ്പോൾ ഈ മൈത്രിയും ഭാരതിയും 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് നമ്മുടെ ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്ന ഗവേഷണ കേന്ദ്രങ്ങളാണ്. അത് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? നമ്മുടെ അന്റാർട്ടിക്കയിൽ കേട്ടോ. വിവിധ പഠനങ്ങൾക്കായിട്ട് ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. ഈ 2 ഗവേഷണ കേന്ദ്രങ്ങളും നമ്മുടെ ഇന്ത്യ സ്ഥാപിച്ചതാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലാണ് ഇത് കാണപ്പെടുന്നത്, മൈത്രിയും ഭാരതിയും. ഓക്കെ, ഈ വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും ഈ ഹിമപാളിയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗം അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? നമ്മുടെ അന്റാർട്ടിക്കയിലാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കേ, അന്റാർട്ടിക്ക ഏകദേശം നമ്മൾ പറയുമ്പം നമ്മൾ ആ ഭൂപടം നമ്മൾ ഫസ്റ്റ് കണ്ടില്ലായിരുന്നോ? അപ്പോൾ ആ ഒരു ഭൂപടം നോക്കിയപ്പം ഏറ്റവും താഴെയായിട്ട് നമ്മൾ പറയും ഭൂമിയുടെ അടിയിലാന്ന് പറയും അല്ലേ? ഏറ്റവും താഴെയായിട്ടാണ് ആര് കിടക്കുന്നത്? നമ്മുടെ അന്റാർട്ടിക്ക കിടക്കുന്നത്. കണ്ടോ, ഇതിപ്പം ആ ഗ്ലോബ് ഒന്ന് തലതിരിച്ച് കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ അന്റാർട്ടിക്ക. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് ഏത്? അന്റാർട്ടിക്ക. ദക്ഷിണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം താഴെ അല്ലേ? ഉത്തരായന ദക്ഷിണായന എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ നമ്മുടെ അക്ഷാംശരേഖകൾ രേഖാംശരേഖയൊക്കെ പറഞ്ഞപ്പോൾ? അപ്പം ദക്ഷിണ ധ്രുവം എന്ന് പറയുമ്പോൾ എന്താണ്? താഴോട്ടുള്ള ഭാഗം. അപ്പം പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് ഏത്? നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യ വിവിധ സ്ഥാപനങ്ങൾക്കായത് വിവിധ പഠനങ്ങൾക്കായിട്ട് സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങൾ ഈ അന്റാർട്ടിക്കയിലുണ്ട്. അതാണ് മൈത്രിയും ഭാരതിയും. അതുപോലെ തന്നെ ഭൂമിയുടെ ഭൂരിഭാഗം ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗം അടങ്ങിയിരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും
ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഭൂപ്രകൃതി നോക്കാം അല്ലേ. നമ്മൾ എല്ലാത്തിനകത്തും ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജനജീവിതവും സസ്യജന്തുജാലങ്ങളൊക്കെ നോക്കിയായിരുന്നു. അപ്പം അന്റാർട്ടിക്കയുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ ഇതൊക്കെ കേട്ടോ. വെളുത്ത ഭൂഖണ്ഡം, പിന്നെ എന്താ, പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പിന്നെ മൈത്രി ഭാരതി, അത് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്ന 2 ഗവേഷണ സ്ഥാപനങ്ങളാണ് മൈത്രിയും ഭാരതിയും. ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി അന്റാർട്ടിക്കയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ. ട്രാൻസ് അന്റാർട്ടിക് പർവ്വത നിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. നമ്മുടെ അന്റാർട്ടിക്കയിൽ എന്താണ്, കിഴക്കൻ അന്റാർട്ടിക്ക എന്നും അതുപോലെ തന്നെ പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പർവ്വത നിരയാണ് ഏത്, ട്രാൻസ് അന്റാർട്ടിക്. ഓക്കെ, അപ്പോൾ ട്രാൻസ് അന്റാർട്ടിക് എന്താണ്, ഈ ഒരു അന്റാർട്ടിക്കയെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നു. ഇതുപോലെ ഒരു വിഭജിക്കുന്ന പർവ്വതനിരയുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ ഒരു പേര്? ഇതുപോലെ 2 എണ്ണത്തിനെ തമ്മിൽ വേർതിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു പർവ്വതനിര. അതിലൊരു ഭൂഖണ്ഡത്തിന്റെ പേരിലെ ആദ്യത്തെ അക്ഷരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് ആ പർവ്വതനിര. ഓർക്കുന്നുണ്ടോ? ആരെയൊക്കെ തമ്മിൽ വേർതിരിക്കുന്നതായിരുന്നു നമ്മൾ ആദ്യം? അത് തന്നെ, ഏഷ്യനെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര. ഏതായിരുന്നു അതിന്റെ പേര്? യൂറൽ. കറക്റ്റ് ആട്ടോ, യൂറൽ. അതായത് ഏഷ്യനെയും നമ്മൾ പറഞ്ഞായിരുന്നു യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പർവ്വതനിരയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഏഷ്യയും ഇവിടെ നമ്മുടെ യൂറോപ്പും, ആ 2 ഭൂഖണ്ഡങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പർവ്വതനിരയാണ് യൂറൽ എന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ എന്നാ യൂറോപ്പ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനാന്ന് പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ഇത് പക്ഷേ ഒരൊറ്റ ഭൂഖണ്ഡത്തിൻ്റെ കാര്യം പറയാം. നമ്മുടെ ഈ അന്റാർട്ടിക്കനെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഏത്, ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിര. അപ്പോൾ അത് ഓർത്തിരിക്കണം. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരയാണ് ഭൂഖണ്ഡത്തെ, അതായത് അന്റാർട്ടിക്കനെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. ഓക്കെ, ഇനി തെക്കേ അമേരിക്കയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അതായത് ഇതാണ് തെക്കേ ഇന്ത്യ വരുന്നത്. ഈ ഗ്ലോബ് കണ്ടോ, തിരിച്ചിട്ട് ഈ ഒരു ഭാഗമാണ് നമ്മുടെ തെക്കേ ഇന്ത്യ എന്ന് വരുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് ഏകദേശം ഇവിടെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് നമ്മുടെ അന്റാർട്ടിക് ഉപദ്വീപ് എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസെന്റ് മാസിഫ് ആണ്. നമുക്കറിയാം എല്ലാ ഭൂഖണ്ഡങ്ങളിലും പർവ്വതങ്ങളുണ്ട് അല്ലെങ്കിൽ നദികളുണ്ട് അല്ലേ. എവറസ്റ്റ് കൊടുമുടി നമ്മൾ പറഞ്ഞു ഏഷ്യയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഏത്, വിൻസെന്റ് മാസിഫ്. നല്ല പേരല്ലേ, നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണ് നമ്മൾ ഈ പർവ്വതങ്ങൾക്കെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പം അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഏത്, വിൻസെന്റ് മാസിഫ്. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ മൈത്രി ഭാരതി എന്നുള്ള ഇന്ത്യയുടെ 2 ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ അന്റാർട്ടിക്കയിലുണ്ട്. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പിന്നെ കിഴക്ക് അന്റാർട്ടിക്ക പടിഞ്ഞാറ് അന്റാർട്ടിക്ക എന്ന് തമ്മിൽ വിഭജിക്കുന്ന ആരാണ്, ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് വിൻസെന്റ് മാസിഫ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇനി കാലാവസ്ഥ. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് ഏത്, അന്റാർട്ടിക്ക. അല്ലാതെ അവിടെ മാറി മാറി തണുപ്പ് ചൂട് അങ്ങനെ വരുന്നില്ല. വർഷം മുഴുവനും എന്താണ്, ശീത മരുഭൂമിയാണ്. അതായത് മൊത്തം തണുപ്പിലാണ് ആരിയ്ക്കുന്നത്, നമ്മുടെ അന്റാർട്ടിക്ക ഇരിക്കുന്നത്. അന്റാർട്ടിക്കയുടെ സ്ഥാനം അതിൻ്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നു. അതായത് അന്റാർട്ടിക്ക ഏകദേശം നമ്മുടെ ആ ദക്ഷിണ ധ്രുവത്തിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അന്റാർട്ടിക് ഹിമപാളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ടും എന്താണ്, തണുപ്പ് കാലമാണ് അവിടെ കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. ഇനി സസ്യജന്തുജാലങ്ങളാണെങ്കിൽ ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽവർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. ഈ ഭൂഖണ്ഡത്തിൻ്റെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളും സീലുകളുടെയും ആവാസ കേന്ദ്രമാണ് അല്ലേ. പെൻഗ്വിൻ നമുക്കറിയാം അല്ലേ. പിന്നെ സീലുകൾ എനിക്കൊന്നും ഇങ്ങനെ ആ തണുപ്പ് കാലത്തുള്ള ഒരു പല്ലൊക്കെ പൊങ്ങിയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, എന്തോ ഡോൾഫിൻ പോലെ ഇരിക്കുന്നു, അതാണെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ കൺഫേം ആക്കിയിട്ട് പറയാം കേട്ടോ, അതാണെന്ന് തോന്നുന്നു സീലുകൾ. അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന എവിടെയാണ്, നമ്മുടെ ഈ തണുപ്പുള്ള സ്ഥലത്താണ് അല്ലേ. അപ്പോൾ പെൻഗ്വിനുകളും സീലുകളുടെയും ആവാസ കേന്ദ്രങ്ങളാണ് നമ്മുടെ ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതങ്ങ് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം തണുപ്പാണ് നമുക്കറിയാമല്ലോ, പെൻഗ്വിൻ അവരെല്ലാം ഉണ്ടെന്നറിയാം.
പക്ഷെ ഇത് ഓർത്തിരിക്കണം, വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് ഏത്? അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതാണ് സീൽ. അപ്പം ഞാൻ പറഞ്ഞത് ശരി തന്നെ. ഇത് നമ്മുടെ അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യജന്തുജാലങ്ങൾ, അവിടുത്തെ കുറച്ച് പായലുകൾ നമ്മൾ പറഞ്ഞു, ഹിമപാണികളുടെ ഇടയ്ക്കൂടെ കുറച്ച് പായലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ പെൻഗ്വിന്, സീലുകൾ. ഇനി ജനജീവിതമാണെങ്കിൽ മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് ഏത്? അന്റാർട്ടിക്ക. പാരിസ്ഥിതിക സവിശേഷതകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രികരും മാത്രമാണ് ഇവിടെ എത്തുന്നത്. അല്ലാതെ എപ്പോഴും അവിടെ നമുക്ക് താമസയോഗ്യമായിട്ടുള്ള സ്ഥലമല്ല ഏത്? അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അവിടെ മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യവാസം തീരെ ഇല്ലാത്തൊരു ഭൂഖണ്ഡമാണ് നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അന്റാർട്ടിക്കയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്, മൈത്രി ഭാരതി തുടങ്ങിയിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങൾ, ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. പിന്നെ പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ്. പിന്നെ ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരയാണ് കിഴക്കൻ അന്റാർട്ടിക് എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. അതുപോലെ തന്നെ പർവ്വതം, ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വിൻസൺ മാസിഫ് ആണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം. അതുപോലെ വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് നമ്മുടെ അന്റാർട്ടിക്ക. പിന്നെ മനുഷ്യവാസം തീരെയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അന്റാർട്ടിക്കയെ പറ്റിയുള്ള കാര്യങ്ങൾ. കിട്ടിയോ? 5ാമത്തെ ഭൂഖണ്ഡമായിട്ടുള്ള നമ്മുടെ അന്റാർട്ടിക്കയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 6ാമത്തെ ആളെ പറ്റി നമുക്ക് നോക്കാം. പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്. നമുക്ക് അടുത്ത ആളെ പറ്റി നോക്കാനിരിക്കുന്നു. അതായത് നമ്മുടെ പറഞ്ഞു, നമ്മുടെ ഏഷ്യയായിട്ട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ആളുണ്ട്. നമ്മുടെ 6ാമത്തെ ആള് ആരാണ്? യൂറോപ്പ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഭൂഖണ്ഡമാണ് ആര്? യൂറോപ്പ്. നമ്മുടെ ഏഷ്യയുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ആര്? യൂറോപ്പ്. ഓക്കെ, പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്. സാഹസികരായ നാവികരുടെ ചരിത്ര പ്രസിദ്ധങ്ങളായ യാത്രകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത്. വാസ്കോഡ ഗാമയുടെ ഒക്കെ കാര്യം അത് നമുക്ക് വരുന്നേ ഉള്ളൂ, നമ്മൾ ആ ചാപ്റ്റർ നോക്കിയിട്ടില്ല. സമുദ്രമാർഗം അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകൾ ചരിത്ര പ്രാധാന്യമുള്ളവയാണ്. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള യാത്ര തിരിച്ചത്? അദ്ദേഹം തുടങ്ങിയത് എവിടുന്നാ? നമ്മുടെ യൂറോപ്പിൽ നിന്നാണ് വാസ്കോഡ ഗാമ യാത്ര തിരിച്ചത്. ഇനി നോക്കിക്കേ, നമുക്ക് ഒരു യാത്ര പോകാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. യൂറോപ്പിൻ്റെ സ്വാഭാവിക അതിരുകളൊക്കെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ പടിഞ്ഞാറ് വശത്താണ് ഏഷ്യ കിടപ്പുണ്ട്, മേളിലാണെങ്കിൽ ആർട്ടിക് സമുദ്രം, താഴെയാണെങ്കിൽ തെക്കേ അമേരിക്ക അല്ല വരുന്നത്, ഏകദേശം നമ്മുടെ ഇന്ത്യൻ സമുദ്രം ഇപ്പുറത്തോട്ടായിട്ട് വരുന്നുണ്ട്, പസഫിക് സമുദ്രം അങ്ങനെ കിടക്കുന്നത്. തെക്കേ അമേരിക്ക ഇങ്ങനെ ഈ ഗ്ലോബ് കിടക്കുന്നുണ്ട് തോന്നുന്നതാണ്. പിന്നെ ഈ സൈഡിലാണെങ്കിൽ പസഫിക് സമുദ്രമാണ് കിടക്കുന്നത്. അപ്പം അതിന് ജസ്റ്റ് ആ അതിരുകൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് ഭൂപ്രകൃതി സവിശേഷതകൾ നോക്കാം കേട്ടോ. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. അപ്പോൾ ആൽപ്സ് പർവ്വതനിര അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ആൽപ്സ് പർവ്വതനിര എവിടെയാണ്? നമ്മുടെ യൂറോപ്പിലാണ്. ആൽപ്സ് പർവ്വതനിര യൂറോപ്പിലാണ്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലാണ്. നമ്മൾ പറഞ്ഞ ലോകത്തിലെ നീളമേറിയ നൈൽ നദി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നീളമേറിയ നദികളിൽ ചിലതാണ് ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നു ഏത് ഭൂഖണ്ഡത്തിലൂടെയാണ്? നമ്മുടെ യൂറോപ്പിലൂടെയാണ് ഈ നദികൾ ഒഴുകുന്നത്. യൂറോപ്പിൽ ഫലപുഷ്ടമായ സമതലങ്ങളും പുൽമേടുകളും ഉണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു. അപ്പോൾ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു. യൂറോപ്പിലെ അതിവിശാലമായിട്ടുള്ള പുൽമേടുകൾ അറിയപ്പെടുന്ന പേരെന്താ? സ്റ്റെപ്പി എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. അപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളിലെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അല്ലെങ്കിൽ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. അപ്പോൾ ഫിയോർഡ് എന്നൊക്കെ കേട്ട് അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോക്കിക്കേ, അതാണ് ഈ തന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു പിക്ക് കാണാമോ നിങ്ങൾക്ക്? നല്ലതല്ലേ കാണാൻ? ഒരു വലിയ ഒരു താഴ്വരയുടെ താഴെ കുറേ ചെറിയ കുഞ്ഞു കുഞ്ഞു സിറ്റികളായിട്ട്, പിന്നെ അതിന് ചുറ്റും നല്ല വെള്ളം അല്ലേ, നല്ല വാക്ക് കിട്ടുന്നില്ല, വെള്ളത്താൽ അല്ലെങ്കിൽ കടലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് അത് കിടക്കുന്നത്.
അപ്പോൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചെരുവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോർഡുകൾ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇങ്ങനെ കുറേ പർവ്വതങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ താഴ്വരകളുടെ എല്ലാം താഴെയായിട്ടിരിക്കുന്ന കടൽ തീരങ്ങളുണ്ട്. ഇവിടെ കുറേ വീടുകളൊക്കെ ആയി കാണുന്ന മൊത്തം. ഇവിടെ മൊത്തം കടലുമായിട്ട് വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ഫിയോർഡുകൾ അല്ലെങ്കിൽ ഫിജോർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ട, ഏത് ഭൂഖണ്ഡമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ വാസ്കോ ഡ ഗാമ എന്താ ആദ്യമായിട്ട് സാഹസിക യാത്ര തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മുടെ യൂറോപ്പിൽ നിന്നാണ്. അതുപോലെ തന്നെ ആൽപ്സ് പർവ്വതനിര കാണപ്പെടുന്ന യൂറോപ്പിലാണ്. പിന്നെ ഡാന്യൂബ്, വോൾഗ, റൈൻ എന്നുള്ള നീളമേറിയ നദികളുണ്ട്. പിന്നെ എന്താ, യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു. പിന്നെ ഫിജോർഡുകൾ അല്ലെങ്കിൽ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയും നമ്മുടെ യൂറോപ്പിലുണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ കാലാവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ യൂറോപ്പിൽ അനുഭവപ്പെടുന്ന എന്താ? മിതമായിട്ടുള്ള ചൂടും അതുപോലെ തന്നെ തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഈ വൻകരയുടെ വടക്കു ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണ്. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്ത് മാത്രം എന്താണ്? മഞ്ഞുവീഴ്ച പൊതുവെ ഉണ്ടാകാറുണ്ട്. ഇനി സസ്യജന്തുജാലങ്ങൾ, യൂറോപ്പിലെ ചില സസ്യജന്തുജാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. അപ്പോൾ യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം എന്ന് പറയുന്നത് എന്താ? അത് പുൽമേടുകൾ. അതാണ് ഈ താഴെ തന്നിരിക്കുന്ന പിക്ക്. കണ്ടോ, നല്ല രസമില്ല? നല്ല രസമുണ്ട് കാണാൻ. അത് നിങ്ങൾക്കത് കറക്റ്റ് ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ അതിനകത്ത് കാണാം ആൽപൈൻ, സ്റ്റെപ്പി, പുൽമേട്. നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റെപ്പി അല്ലേ, അതിവിശാലമായിട്ടുള്ള പുൽമേടുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റെപ്പി എന്നുള്ളത്. ഇനി അടുത്തതാണ് മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. അപ്പോൾ മുന്തിരിത്തോട്ടങ്ങൾ ധാരാളമായിട്ടുള്ളത് എവിടെയാണ്? മെഡിറ്ററേനിയൻ മേഖലയിലാണ് മുന്തിരിത്തോട്ടങ്ങളുള്ളത്. അവിടെയുള്ളതാണ് കോർക്കോക്ക് മരങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആൽപൈൻ, സ്റ്റെപ്പി, പുൽമേട്. പിന്നെ ഈ ലിൻക്സ് എന്ന് പറയുന്ന ഈ ഒരു ജീവി ഏകദേശം നമ്മുടെ പുള്ളിപ്പുലിയുടെ ഒക്കെ ആ ഒരു ടൈപ്പ്, പക്ഷേ അതിൻ്റെ ചെവിക്ക് വ്യത്യാസമുണ്ട്. ചെവി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, ചെവിക്ക് വ്യത്യാസമുണ്ട്. പിന്നെ ഏകദേശം പൂച്ചയുടെയും പുള്ളിപ്പുലിയുടെയും എല്ലാ ഒരു ഷേപ്പുള്ള ഒരു സാധനമാണ് നമ്മുടെ ലിൻക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ്? നമ്മുടെ യൂറോപ്പിലുള്ളതാണ്. അപ്പോൾ യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അവിടുത്തെ ജനജീവിതം. യൂറോപ്യർ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏഥൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. അപ്പോൾ യൂറോപ്പിലുള്ള ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങൾ നമുക്കറിയാം, ഏഥൻസ്, റോം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏഥൻസും റോമും എവിടെയാണ്? യൂറോപ്പിലാണ്. അതുപോലെ തന്നെ പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല, ഫാഷൻ, സാങ്കേതിക വിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ്. നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ, പാരീസ്, ലണ്ടൻ, ബെർലിൻ, ഇതെല്ലാം ഇവിടെ തന്നെയാണ്? നമ്മുടെ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ കല, ഫാഷൻ, സാങ്കേതിക വിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളുമാണ് ഏത്? പാരീസ്, ലണ്ടൻ, ബെർലിൻ എന്നിവ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കത് ഒന്നുകൂടെ നോക്കാം. യൂറോപ്പ് പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്, അതായത് അവിടെ നിന്നാണ് അവർ കൂടുതലായിട്ടും ഈ സാഹസിക യാത്രക്കാർ അവരുടെ യാത്ര തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്ത് യൂറോപ്പിൽ നിന്നാണ്. അവർ കൂടുതൽ ആൾക്കാർ യൂറോപ്പുകാരാണ്. അപ്പോൾ അവർ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ആൽപ്സ് പർവ്വതനിര എവിടെയാണ്? നമ്മുടെ യൂറോപ്പിലാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളായിട്ടുള്ള ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നത് ഇതിലെ കൂടെയാണ്? നമ്മുടെ ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. പിന്നെ യൂറോപ്പിൽ ഫലപുഷ്ടമായിട്ടുള്ള സമതലങ്ങളുണ്ട്, പുൽമേടുകളുണ്ട്. പിന്നെ കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളാണ് സ്റ്റെപ്പി എന്നറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. അപ്പോൾ ഫിജോർഡുകൾ അല്ലെങ്കിൽ ഫിയോർഡുകൾ എന്താണ് നമ്മൾ പറഞ്ഞു? സാധാരണയായിട്ട് ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽത്തീരങ്ങളാണ് ഫിയോർഡുകൾ. നമ്മൾ പറഞ്ഞു അവിടെ ചൂടും തണുപ്പും ഒക്കെ മാറി മാറി വരാറുണ്ട്.
പിന്നെ യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പാരീസ്, റോം, ഏതൻസ് ഇതെല്ലാം എവിടെയുള്ളതാണ്? നമ്മുടെ യൂറോപ്പിലുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ യൂറോപ്പിൻ്റെ എല്ലാം കിട്ടിയോ? യൂറോപ്പിൻ്റെ എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ ആൾ ആരാണ്? നമ്മുടെ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയ എന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ആസ്ട്രേലിയ എന്ന് കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. അപ്പോൾ 7ാമത്തെ നമ്മുടെ ഭൂഖണ്ഡമാണ് ആര്? ആസ്ട്രേലിയ അല്ലെങ്കിൽ ഓസ്ട്രേലിയ. സഞ്ചി മൃഗങ്ങളുടെ നാട്ടിലേക്ക്, നമുക്കറിയാം കങ്കാരു അല്ലേ, സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന ആരാധേ? നമ്മുടെ കങ്കാരു. അപ്പോൾ കങ്കാരു ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഓസ്ട്രേലിയയിലാണ് കേട്ടോ. അതായത് സവിശേഷതകൾ ധാരാളം ഉള്ള മൃഗമാണല്ലോ കങ്കാരു. ഇവ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഏത്? ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. നമ്മുടെ സഞ്ചി മൃഗം അല്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സഞ്ചി ഉണ്ട്, അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ വെക്കുന്നത് അല്ലേ, എന്നിട്ട് ചാടി പോകും. അപ്പം നമ്മുടെ കങ്കാരു കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയയിലാണ് നമ്മുടെ കങ്കാരു കാണപ്പെടുന്നത്. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ. അപ്പം നമ്മുടെ അത്രയും മതി കേട്ടോ. നമുക്ക് ദക്ഷിണാർദ്ധഗോളത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പൂർണ്ണമായിട്ടും ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ദക്ഷിണാർദ്ധഗോളത്തിൽ. നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ അല്ലേ, നമ്മുടെ ഇക്വേറ്ററിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ് നമ്മുടെ ദക്ഷിണരേഖ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കിടക്കുന്നതാണ്, ഇക്വേറ്ററിൻ്റെ താഴെയായിട്ട് മൊത്തത്തിൽ കിടക്കുന്നതാണ് ഏത്? നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏത്? ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇനി ഓസ്ട്രേലിയയുടെ സ്വാഭാവിക അതിരുകളൊക്കെ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വാഭാവിക അതിരുകളായിട്ട് വരുമ്പോൾ പറയുന്നതാണ് പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. അപ്പോൾ ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ളത് നമ്മുടെ ഏഷ്യ ആണെങ്കിൽ ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും ചെറുത് ആരാണ്? ഓസ്ട്രേലിയയാണ് ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം. അതുപോലെ തന്നെ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡവും ഏത് തന്നെയാണ്? ഓസ്ട്രേലിയയാണ്. അവിടെ തന്നെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം, അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡവും ഏത് തന്നെയാണ്? നമ്മുടെ ഓസ്ട്രേലിയയാണ്. നമുക്ക് ആ മാപ്പ് ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ ആദ്യത്തെ ആ ഒരു ഭൂപടം ഇല്ലേ, നമ്മുടെ എല്ലാ കോണ്ടിനെൻസും തന്നിരിക്കുന്ന ആ ഒരു ഭൂപടം എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് ദേ കിടക്കുന്നു നമ്മുടെ ഓസ്ട്രേലിയ അല്ലേ, മൊത്തത്തിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. ദേ കിടക്കുന്ന മുകളിലോട്ടാണെങ്കിൽ ഇത് പസഫിക് സമുദ്രം, സൈഡിലോട്ടാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമുദ്രം, താഴെയാണെങ്കിൽ ദക്ഷിണ സമുദ്രം. അങ്ങനെ മൊത്തത്തിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് ഏത്? നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുതാരാണ്? നമ്മുടെ ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഓസ്ട്രേലിയക്ക് ചുറ്റുമുള്ള അതിരുകൾ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം ഈ സമുദ്രമാണ് പൂർണ്ണമായും ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെ സമുദ്രങ്ങളാണ്? പസഫിക് സമുദ്രമുണ്ട്, ഇന്ത്യൻ സമുദ്രമുണ്ട്, അതുപോലെ തന്നെ ദക്ഷിണ സമുദ്രമുണ്ട്. ഈ 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ ഏത്? ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പസഫിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, അതുപോലെ തന്നെ ദക്ഷിണ സമുദ്രം, ഈ 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമായിട്ടുള്ള ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വേണേൽ എഴുതി വെച്ചു. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ സമുദ്രങ്ങളാണ്? നമ്മുടെ പസഫിക് സമുദ്രം, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പേരുള്ള ഇന്ത്യൻ സമുദ്രം, പിന്നെയുള്ളതാണ് ദക്ഷിണ സമുദ്രം. ഈ 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ? ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ആര്? ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ കങ്കാരു കാണപ്പെടുന്ന ഏതാണ്? ഓസ്ട്രേലിയയിലാണ്. ഇനി ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വത നിരയാണ് ഏത്? ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര. അപ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ട് പർവ്വതനിര അല്ലേ. നമ്മൾ കണ്ട 7 ഭൂഖണ്ഡങ്ങളിലും എന്തുണ്ട്? പർവ്വതനിരകളുണ്ട്, അതുപോലെ തന്നെ നദികളും ഉണ്ട്. അപ്പോൾ ഈ പർവ്വതനിരകളുടെ എല്ലാം പേരുകൾ മാറിപ്പോകാതെ തന്നെ പഠിക്കണം കേട്ടോ. അപ്പം ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഏത്? ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്നുള്ളത്. അപ്പോൾ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്നുള്ളത് എവിടത്തേതാണ്? നമ്മുടെ ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ്. ഇനി ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമിയാണ്. അപ്പോൾ 2 മാറിപ്പോയത്, 2ഉം ഗ്രേറ്റിലാണ് തുടങ്ങുന്നത്. പർവ്വതനിരയുടെ പേര് ഗ്രേറ്റ്
ഡിവൈഡിങ് റേഞ്ച് എന്നും മരുഭൂമിയുടെ പേരെന്തുവാ ഗ്രേറ്റ് വിക്ടോറിയ. അപ്പോൾ അത് രണ്ടും മാറിപ്പോലും കേട്ടോ. ഓസ്ട്രേലിയ പ്രധാന പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്, മരുഭൂമിയാണെങ്കിൽ ഗ്രേറ്റ് വിക്ടോറിയ. രണ്ട് പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഒരെണ്ണം പർവ്വതനിരയും ഒരെണ്ണം നമ്മുടെ മരുഭൂമിയാണ്. ഓക്കെ, ഇനി ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അടുത്തതും ഗ്രേറ്റ് ആണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. അപ്പോൾ പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായിട്ടുള്ള സ്ഥലമാണ് ഇത് ഗ്രേറ്റ് ബാരിയർ റീഫ്. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിലുള്ളതെല്ലാം ഗ്രേറ്റ് ആണ്, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഓസ്ട്രേലിയ ചെറുതായതുകൊണ്ട് തന്നെ അവിടുത്തേതെല്ലാം എന്താണ് ഗ്രേറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ പർവ്വതനിരയാണ് ഏത് ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്, മരുഭൂമിയാണെങ്കിലോ ഗ്രേറ്റ് വിക്ടോറിയ, പവിഴപ്പുറ്റുകളുള്ള സ്ഥലമാണെങ്കിലോ ഗ്രേറ്റ് ബാരിയർ റീഫ്. ഓക്കെ, അപ്പോൾ അത് മൂന്നെണ്ണം ഗ്രേറ്റ് ആണ്. ഇനി അടുത്തതാണ് മുറേ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലപുഷ്ടമായിട്ടുള്ള കാർഷിക മേഖലയാണ്. മുറേ ഡാർലിംഗ് നദീതടം അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഓസ്ട്രേലിയയിലെ ഫലപുഷ്ടമായിട്ടുള്ള കാർഷിക മേഖലയാണ് ഏത് മുറേ ഡാർലിംഗ് നദീതടം എന്ന് പറഞ്ഞു. ഈ കോങ്കോ നദീതടം എവിടെയായിരുന്നു ഓർക്കുന്നുണ്ടോ? കോങ്കോ നദീതടം എവിടെയായിരുന്നു? കോങ്കോ നദീതടം ആഫ്രിക്കയിലായിരുന്നു നമ്മുടെ ശരിയാട്ടോ, ആഫ്രിക്കയിലായിരുന്നു നമ്മുടെ കോങ്കോ നദീതടം. ശരിയാട്ടോ, ആഫ്രിക്കയിലായിരുന്നു നമ്മുടെ കോങ്കോ നദീതടം. അതുപോലെ തന്നെ ഫലപുഷ്ടമായിട്ടുള്ളതാണ് ഏത് മുറേ ഡാർലിംഗ് നദീതടം എന്ന് പറയുന്ന ഇത്. അപ്പോൾ അത് നമ്മുടെ എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അത് മാറിപ്പോകാതെ പഠിക്കണം. മുറേ ഡാർലിംഗ് നദീതടം ഏത് ഭൂഖണ്ഡത്തിലാണ്? നമ്മുടെ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയയിലെല്ലാം ഗ്രേറ്റ് ആണ്, മൂന്നെണ്ണം ഗ്രേറ്റ് ആണ്, ഒരെണ്ണം മുറേ ഡാർലിംഗ് നദീതടം. അപ്പോൾ ഓസ്ട്രേലിയയിലെ പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്, അടുത്ത പ്രധാന മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ, പിന്നെ പവിഴപ്പുറ്റുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏത് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. പിന്നെ മുറേ ഡാർലിംഗ് നദീതടം ആണെങ്കിൽ അതാണ് ഫലപുഷ്ടമായിട്ടുള്ള കാർഷിക മേഖല. ആ നദീതടം അല്ലേ, നദിയുടെ തീരത്തുള്ള ആ സ്ഥലമാണ് എന്ത് ഫലപുഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിൽ. ഇനി കാലാവസ്ഥയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂഖണ്ഡത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ചയുടെ തീവ്രത വർദ്ധിക്കുന്നു. അവിടെ കൂടുതലായിട്ടും ഒരു വരണ്ട കാലാവസ്ഥയാണ് നമ്മുടെ ഓസ്ട്രേലിയയിൽ ഉള്ളത്. ഇനി സസ്യജന്തുജാലങ്ങളാണെങ്കിൽ അവയുടെ പ്രത്യേകതകൾ? ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായി. മാർസുപ്പുയിലുകളും മുട്ടയിടുന്ന സസ്തനികളും ഇതിന് ഉദാഹരണങ്ങളാണ്. നമുക്ക് നോക്കാം. ഈ മാർസുപ്പുലാമി ഇതിൻ്റെ അകത്ത് ഇവിടെ പിക്ചറില്ല. ഈ പിള്ളേരുള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ ഇല്ലേ, നമ്മുടെ ഈ കൊച്ചു ടി വി അല്ലല്ലോ, അതെ കൊച്ചു ടി വിക്കകത്ത് വരുമായിരുന്നു, ഞാനും പണ്ട് കാണുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതെ മാർസുപ്പുലാമി എന്ന് പറയുന്നൊരു കാർട്ടൂൺ ഉണ്ട്, നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? അവൻ്റെ വാല് നീളും, അവനും അവൻ്റെ ഭാര്യയും 3-4 പിള്ളേരൊക്കെ ആയിട്ട് വാല് നീണ്ടു പോകുന്നൊരു ജീവിയാണ് മാർസുപ്പുലാമി എന്ന് പറഞ്ഞ്. കൊച്ചു ടി വിക്കകത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ മാർസുപ്പുലാമി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എവിടെ ഉള്ളതാണ്? നമ്മുടെ ഓസ്ട്രേലിയയിലുള്ളതാണ്. ഇപ്പോൾ ആ ഷോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കൊച്ചു ടി വി ഉണ്ടെന്നറിയാം, അതിൻ്റെ ആ പ്രോഗ്രാം ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാർസുപ്പുലാമി? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു പേര് വല്ലോ? പിള്ളേർ ഓണാക്കുമ്പോഴത്തേനും ടി വി ആണോ? കണ്ടിട്ടുണ്ടോ? അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ഇടയ്ക്കൊക്കെ വെച്ച് നോക്കുന്നല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരും ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവരൊക്കെ ഇടയ്ക്ക് കൊച്ചു ടി വി വെച്ചൊന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട, ഞാനിതെല്ലാം കാണും, അതുകൊണ്ടാട്ടോ. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങൾ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗമാണ് ഏത് മാർസുപ്പുയിലുകൾ. കാരണം അവൻ്റെ വാല് നീളം, എനിക്ക് അതുകൊണ്ടായിരുന്നു ആ കാർട്ടൂൺ ഏറ്റവും ഇഷ്ടം. അവൻ സംസാരിക്കത്തില്ല, ഇങ്ങനെ ചാടി പോവും, വാല് നീണ്ട അങ്ങനെയായിരുന്നത്. അപ്പം മാർസുപ്പുയിലുകൾ. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന കങ്കാരു, കോവാല, ഇതിൻ്റെ അകത്തുണ്ട് കോവാല, അതേ നമ്മുടെ കുരങ്ങനെ പോലെ മേളിൽ കയറിയിരിക്കുന്ന ഇവരാണ് നമ്മുടെ കോവാല എന്നിവ മാർസുപ്പുയിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തിനികളായ പ്ലാറ്റിപ്പസും എക്കിഡനയും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മറ്റു ജീവികളാണ്. ഇതാണ് നമ്മുടെ പ്ലാറ്റിപ്പസ്, ഏകദേശം മുതലയുടെ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ എക്കിഡ, മുള്ളൻപന്തി പോലെ ഇരിക്കുന്നത്. എക്കിഡ എന്താണ്? അതെല്ലാം സസ്തനികളാണ്. അപ്പോൾ അത് എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ
യൂക്കാലിപ്റ്റസ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യം ഉൾപ്പെടുന്നു. ഇതാണ് യൂക്കാലിപ്റ്റസ് മരം. അത് ഏകദേശം നമ്മുടെ ഈ പഞ്ഞിപ്പൂ പോലെ ഇരിക്കുന്നു. അതുപോലെ തന്നെ അക്കേഷ്യ. ഈ ചെടികളൊക്കെ നമ്മുടെ ഇവിടെ ഇല്ല, ഓസ്ട്രേലിയയിലുള്ള നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്ന ഈ പിക്ചറൊക്കെ. അപ്പോൾ യൂക്കാലിപ്റ്റസ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യ എവിടെയുള്ളതാണ്? നമ്മുടെ ഓസ്ട്രേലിയയിലുള്ളതാണ്. അപ്പം മാർസുപിലാമികൾ പ്രധാനമായിട്ടും കങ്കാരുവിൻ്റെ കാര്യം ഓർത്തിരിക്കുക. കങ്കാരുവിൻ്റെ നാടെന്നാണ് എന്ത്? ഓസ്ട്രേലിയ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ കങ്കാരുകൾ, മാർസുപുലികൾ, എക്കിഡന, പ്ലാറ്റിപ്പസ്, കോവാല, അതുപോലെ തന്നെ നമ്മുടെ യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ ഇതെല്ലാം എവിടെയുള്ളതാണ്? നമ്മുടെ ഓസ്ട്രേലിയയിൽ ഉള്ളതാണ്. ഇനി നമ്മൾ ഓസ്ട്രേലിയയുടെ ജനജീവിതം നോക്കുവാണ്. ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്ര വിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിനുടമകളാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്. ഈ മെൽബൺ ഒക്കെ നമ്മൾ കൂടുതലും, സിഡ്നിയും മെൽബണും നമ്മൾ പിന്നെയും കൂടുതലും കേട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അല്ലേ. ബ്രിസ്ബെയിൻ പിന്നെ അതുപോലെ തുടങ്ങിയ നഗരങ്ങളൊക്കെ എവിടെയുള്ളതാണ്? നമ്മുടെ ഓസ്ട്രേലിയയിൽ ഉള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഓസ്ട്രേലിയൻ ജനജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ഓസ്ട്രേലിയനെ പറ്റിയുള്ള പ്രധാന കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട എന്താണ്? ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഏത്? ഓസ്ട്രേലിയ. അതുപോലെ തന്നെ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ ഈ ഭൂഖണ്ഡം. പിന്നെ പൂർണ്ണമായും ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? പ്രധാനപ്പെട്ട പർവ്വതനിര, ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്, പ്രധാന മരുഭൂമി ഗ്രേറ്റ് വിക്ടോറിയ, പവിഴപ്പുറ്റുകളിൽ നിർമ്മിതമായിട്ടുള്ള സ്ഥലം ഗ്രേറ്റ് ബാരിയർ റീഫ്. പിന്നെ അവിടുത്തെ ഫലപുഷ്ടമായിട്ടുള്ള നദീതടമാണിത് മുറേ ഡാർലിംഗ് നദീതടം. ആ പേരുകളൊക്കെ മാറിപ്പോകാൻ തന്നെ പഠിക്കണം കേട്ടോ. പിന്നെ കാലാവസ്ഥ എന്താണ്? വരണ്ട കാലാവസ്ഥയാണ്. പിന്നെ മാർസുപുയിലുകളും അതുപോലെ തന്നെ മുട്ടയിടുന്ന സസ്തനികളും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ഈ ഓസ്ട്രേലിയയിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നതിനും കേൾക്കുന്നതിനും കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ കാര്യങ്ങൾ കിട്ടിയോ? ഓസ്ട്രേലിയയുടെ പോയിന്റുകളെല്ലാം കിട്ടിയോ? ചെറിയ ഭൂഖണ്ഡമാണ്, സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതേ നമ്മുടെ ഇവിടെ ആഫ്രിക്കയുടെ നമ്മളൊരു ടേബിൾ ചെയ്ത പോലെ തന്നെ ഓസ്ട്രേലിയയുടെ ടേബിളുണ്ട്. ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതി സവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെയാണ് മരുഭൂമി. മരുഭൂമിയുടെ പേരെന്തുവായിരുന്നു? ഗ്രേറ്റ് വിക്ടോറിയ. അങ്ങനെയാണെങ്കിൽ പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഭൂപ്രദേശത്തിൻ്റെ പേരെന്നായിരുന്നു? അതും ഒരു ഗ്രേറ്റ് ആയിരുന്നു. പവിഴപ്പുറ്റുകളാൽ നിർമ്മിത മിടുക്കനാണല്ലോ. ഗ്രേറ്റ് ബാരിയർ റീഫാണ് നമ്മുടെ മിടുക്കനാട്ടോ. ബാരിയർ റീഫാണ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ഭൂപ്രദേശം. ഇനി ഫലപുഷ്ടമായിട്ടുള്ള നദീതടം ഏതായിരുന്നു? അത് തന്നെ മുറേ ഡാർലിംഗ് ആയിരുന്നു നമ്മുടെ മുറേ ഡാർലിംഗ് കേട്ടോ. മുറേ ഡാർലിംഗ് ആയിരുന്നു നമ്മുടെ ഫലപുഷ്ടമായിട്ടുള്ള നദീതടം. ഇനി പർവ്വതനിരയാണെങ്കിലോ? അതും ഒരു ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ആയിരുന്നു നമ്മുടെ ശരിയാട്ടോ. ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ആയിരുന്നു നമ്മുടെ ഏത്? പർവ്വതനിര എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. നമ്മൾ ആഫ്രിക്കയുടെ കണ്ടില്ലായിരുന്നു ഇതുപോലെ ടേബിള്? ഉഷ്ണമരുഭൂമി ഏത്, പിന്നെ നദീതടം ഏത്, പുൽമേടുകൾ ഏതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഓരോ ഭൂഖണ്ഡത്തിൻ്റെയും ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനതിന് നിങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ഓപ്പൺ ചെയ്താൽ ഞാനത് ഗ്രൂപ്പിലേക്ക് നാളെ ഇട്ട് തരാം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ട് തരുള്ളൂ, നിങ്ങൾ അതിൻ്റെ ആൻസർ ഇടണം. ഓരോ ഭൂഖണ്ഡങ്ങളുടെയും പ്രത്യേകതകളെ നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് ഗ്രൂപ്പിലിടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വേറെ ഭൂഖണ്ഡങ്ങളിലൊക്കെ പോകുമ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിച്ച സവിശേഷതകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി ടീച്ചർ ചുമ്മാതെ പറഞ്ഞാന്നൊന്നും ഓർക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7ാം ചാപ്റ്റർ ഭൂഖണ്ഡങ്ങളിലൂടെയുള്ള എന്ന പാഠത്തിലുള്ളത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ലോകത്തിൽ 7 ഭൂഖണ്ഡങ്ങളുണ്ട്. 7 ഭൂഖണ്ഡങ്ങൾ: വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഇതേതായിരുന്നു നമ്മുടെ ആഫ്രിക്ക, അതുപോലെ തന്നെ യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, നമ്മുടെ വെളുത്ത ഭൂഖണ്ഡമായിട്ടുള്ള അന്റാർട്ടിക്ക. അങ്ങനെ മൊത്തത്തിൽ 7 ഭൂഖണ്ഡങ്ങളുണ്ട്. വലുപ്പത്തിൽ ഒന്നാമനായിട്ടുള്ളത് നമുക്കറിയാം ആരാണ്? നമ്മുടെ ഏഷ്യയാണ് വലുപ്പത്തിൽ ഒന്നാമനായിട്ടുള്ളത്.
ആ ഏഷ്യനെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് നമ്മുടെ ഈ യൂറൽ പർവ്വതനിര നമ്മൾ പറഞ്ഞു. എവറസ്റ്റ് കൊടുമുടിയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഏറ്റവും ധാരാളം നദികളുണ്ട്. യാങ്സിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി. പിന്നെ നമ്മൾ മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കാലാവസ്ഥ പറഞ്ഞു. മൂന്നും ഏഷ്യയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് തണുപ്പ് തന്നെ, ചിലയിടത്ത് തണുപ്പും മഞ്ഞും, ചിലയിടത്ത് മഴ, അങ്ങനെ ഓരോ പ്രത്യേകതകളുള്ള സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സസ്യജന്തുജാലുകൾ, ജനജീവിതം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏതായിരുന്നു? നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡം. ഇത്രയായിരുന്നു നമ്മൾ കൂടുതലായിട്ട് ഏഷ്യനെ കുറിച്ച് പറഞ്ഞ കാര്യം. പിന്നെ സാവന്ന എന്ന് പറയുന്നത് എന്തായിരുന്നു? പുൽമേടായിരുന്നു. സഹാറ എന്ന് പറയുന്നത് മരുഭൂമിയായിരുന്നു. കോങ്കോ എന്ന് പറയുന്നത് നദീതടം. അത് മൂന്നും ആരുമായിട്ട് കണക്ട് ചെയ്തായിരുന്നു? നമ്മുടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആഫ്രിക്കയായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഇവ മൂന്നും കടന്നു പോകുന്ന ഇതിലെയായിരുന്നു? നമ്മുടെ ആഫ്രിക്കയിലൂടെയായിരുന്നു. പിന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈല്, നമ്മൾ പറഞ്ഞായിരുന്നു നൈലിൻ്റെ ദാനം. ഇന്നലെ ഞാൻ പറഞ്ഞു പോയപ്പോൾ തിരിഞ്ഞുപോയി. നൈലിൻ്റെ ദാനം ഏതായിരുന്നു? നൈലിൻ്റെ ദാനം ഈജിപ്ത് ആയിരുന്നു നമ്മുടെ നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ശരിയാട്ടോ, ഈജിപ്താണേ. അത് ഞാൻ സ്മൈലി മാറിപ്പോയി കേട്ടോ. ഞാൻ ക്ലാപ്പ് ചെയ്യാനാണ് വന്നേ, എൻ്റെ കൈ തട്ടിയത് മറ്റേ സ്മൈലി വന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് ഏത്? കിളിമഞ്ചാരോ. പിന്നെ അതുപോലെ തന്നെ സഹാറ മരുഭൂമിയുടെയും ഉഷ്ണമേഖല, മഴക്കാടുകളുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബോക്സ് അല്ലേ, ഇത് നമ്മൾ ഫില്ല് ചെയ്തായിരുന്നു. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥകളും സസ്യജന്തുജാലങ്ങളും, പിന്നെ നമ്മുടെ സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം, പിന്നെ അതുപോലെ തന്നെ ജനജീവിതം കാര്യങ്ങളെല്ലാം നമ്മൾ ആഫ്രിക്കയുടെ കണ്ടു. പിന്നെ നമ്മുടെ റോക്കി മുതൽ അപ്പലീഷ്യൻ വരെ, റോക്കി അപ്പലീഷ്യൻ എന്തുമായിരുന്നു? പ്രധാനപ്പെട്ട പർവ്വത നിരകളായിരുന്നു. ആരുടെ? നമ്മുടെ വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളായിരുന്നു. അതുപോലെ തന്നെ പസഫിക്കിൻ്റെയും അറ്റ്ലാന്റിക്കിൻ്റെയും ആർട്ടിക്കിൻ്റെയും ഈ 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതായിരുന്നു ആര്? നമ്മുടെ വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. പിന്നെ പ്രയറികൾ, നമ്മളിപ്പോൾ സ്റ്റെപ്പി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓസ്ട്രേലിയയിലെ പുൽമേടുകൾക്കല്ലേ നമ്മൾ സ്റ്റെപ്പി എന്ന് പറഞ്ഞ് പഠിച്ചേ? അല്ല, ഓസ്ട്രേലിയ ആയിരുന്നോ? അതിന് തൊട്ട് മുമ്പത്തെ യൂറോപ്പിലെ ആയിരുന്നു നമ്മൾ സ്റ്റെപ്പി എന്ന് പറഞ്ഞ് പഠിച്ചത്. എവിടെ? യൂറോപ്പ്. ഓക്കെ, സ്റ്റെപ്പി. ഓക്കെ, അപ്പം നമ്മുടെ യൂറോപ്പിലെ പുൽമേടാണ്. ശരിയാട്ടോ, യൂറോപ്പിലെ പുൽമേടാണ് നമ്മൾ സ്റ്റെപ്പി എന്ന് പറഞ്ഞ് പഠിച്ചത്. അപ്പോൾ നമ്മുടെ വടക്കേ അമേരിക്കയിലെ പുൽമേട് എന്നതായിരുന്നു? പ്രയറുകളായിരുന്നു. അത് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു അല്ലേ. പിന്നെ അവിടുത്തെ നദികൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പഞ്ചമഹാതടാകങ്ങൾ അല്ലെ, ഓർക്കുന്നുണ്ടോ പഞ്ചമഹാതടാകങ്ങളുടെ പേര്? മിഷിഗൺ, പിന്നെന്താ ഒണ്ടേറിയോ, ഹ്യൂയോൺ, സുപ്പീരിയർ, ഈറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5 പേരുടെ പേര് വന്നില്ലായിരുന്നു? അത് ഞാൻ ഗ്രൂപ്പിൽ കിട്ടില്ല അല്ലേ ആ പേരുകൾ, അത് ഞാൻ ഇട്ട് തരാം കേട്ടോ. പിന്നെ ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്നൊരു താഴ്വര, പിന്നെ കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ, ഇതെല്ലാം ആയിരുന്നു ആരുടെ പ്രത്യേകത? നമ്മുടെ വടക്കേ അമേരിക്കയുടെ പ്രത്യേകതകൾ. ഇനി ആമസോൺ, അതായത് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുള്ള നമ്മുടെ തെക്കേ അമേരിക്ക, അതുപോലെ തന്നെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ആമസോൺ, ഇതെല്ലാം എവിടെയുള്ളതാണ്? നമ്മുടെ തെക്കേ അമേരിക്കയിലുള്ളതാണ്. സൗത്ത് അമേരിക്കയിലുള്ള പ്രത്യേകതയാണ്. പിന്നെ അറ്റക്കാമ അല്ലേ, എന്താ ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയാണ് ഏത്? അറ്റക്കാമ. അതും കാണപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ സൗത്ത് അമേരിക്കയിലാണ്. പിന്നെ അവിടുത്തെ കാലാവസ്ഥ, ജനജീവിതം, സസ്യജന്തുജാലങ്ങൾ ഇതെല്ലാം കണ്ടു. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച നമ്മുടെ വെളുത്ത ഭൂഖണ്ഡം അന്റാർട്ടിക്ക, അന്റാർട്ടിക്കയുടെ പ്രത്യേകതകൾ. മൈത്രി ഭാരതി ഓർക്കണം, അത് അന്റാർട്ടിക്കയല്ല, ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് ഏത്? മൈത്രിയും ഭാരതിയും. അത് എവിടെയാണുള്ളത്? നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലൊന്നുമല്ല, അന്റാർട്ടിക്കയിലാണ് ഇരിക്കുന്നത്. ഞാനതിൻ്റെ എന്തിനാണ് മൈത്രിയും ഭാരതി എന്നുള്ളതിൻ്റെ ഞാനത് അയച്ചു തരാം കേട്ടോ ഗ്രൂപ്പിലേക്ക്. പിന്നെയുള്ളത് പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പിന്നെ ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരയുണ്ട്, അതായത് കിഴക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞ് തിരിക്കാനായിട്ട്. പിന്നെയുള്ളത് വിൻസൺ മാസിഫ് എന്നുള്ള വലിയൊരു പർവ്വതമുണ്ട്. അതുപോലെ തന്നെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നതാണ് ഏത്? നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. പിന്നെ ജനജീവിതം തീരെയില്ല അല്ലേ, മനുഷ്യവാസം തീരെ ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ അന്റാർട്ടിക്ക. പിന്നെ നമ്മുടെ ഏഷ്യയുടെ തൊട്ട് ചേർന്ന് കിടക്കുന്നതാണ് യൂറോപ്പ്. യൂറോപ്പിലാണെങ്കിൽ ആൽപ്സ് പർവ്വതനിരയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നദികളുണ്ട്. പിന്നെ അവിടുത്തെയാണ് നമ്മുടെ സ്റ്റെപ്പി എന്ന് പറയുന്ന പുൽമേടുകൾ. പിന്നെ ഫിജോർഡുകൾ അല്ലെങ്കിൽ ഫിയോർഡുകൾ എന്ന് പറയുന്ന ഒരു ഭൂപ്രകൃതിയുണ്ട്, അതായത് ഒരു കടൽ തീരമാണ്. ഇടുങ്ങിയ കുറച്ച് താഴ്വരകളുടെയൊക്കെ ഇടയിലായിട്ട് കിടക്കുന്ന ഇടുങ്ങിയ ഒരു കടൽ തീരം, ഫിയോർഡുകൾ. പിന്നെ സസ്യജന്തുജാലങ്ങൾ നമ്മൾ പറഞ്ഞു, ആൽപൈൻ, സ്റ്റെപ്പി, പുൽമേട്. പിന്നെ അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ മേഖലയിൽ മുന്തിരിത്തോട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇനി ലാസ്റ്റത്തെ ആളാണ് നമ്മുടെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. പൂർണ്ണമായിട്ട് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു, അതുപോലെ തന്നെ പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നു.
പിന്നെ എന്താ കങ്കാരു, കങ്കാരുവിൻ്റെ നാടെന്നറിയപ്പെടുന്നു ഏതാണ്? നമ്മുടെ ഓസ്ട്രേലിയ. കങ്കാരുവിൻ്റെ നാട്, കങ്കാരുവിൻ്റെ നാടെന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ഓസ്ട്രേലിയയാണ് കങ്കാരുവിൻ്റെ നാടെന്നറിയപ്പെടുന്നത്. പിന്നെ അവിടുത്തെ എല്ലാം എന്താണ്? ഗ്രേറ്റ് ആണ് അല്ലേ? പർവ്വതനിരയാണെങ്കിൽ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്, മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ, പവിഴപ്പുറ്റുകളാണെങ്കിൽ ഗ്രേറ്റ് ബാരിയർ റീഫ്, നദീതടം മാത്രം മുറേ ഡാർലിംഗ് അല്ലേ? നദീതടം മാത്രം മുറേ ഡാർലിംഗ്. പിന്നെ അവിടുത്തെ കാലാവസ്ഥ വരണ്ട കാലാവസ്ഥയാണ്. പിന്നെ മാസുപുലികളുണ്ട്, അതുപോലെ തന്നെ സസ്തനികൾ, മുട്ടയിടുന്ന സസ്തനികളും ഉണ്ട് ധാരാളം നമ്മുടെ ഓസ്ട്രേലിയയിലാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ആയിട്ടും പ്രധാനമായിട്ടുള്ളത്. ഇത് പഠിക്കണം. 7 ഭൂഖണ്ഡങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച അക്ഷാംശവും രേഖാംശവും, അതിലെ ആ ഡിഗ്രിയുടെ കാര്യങ്ങളും, അത് 23 ഡിഗ്രി, 62 അങ്ങനെ ഒരു ഡിഗ്രികളുടെ കാര്യമുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. എന്തെങ്കിലും കിട്ടാതെ പോയോ, ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഭൂഖണ്ഡത്തിൻ്റെ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇച്ചിരി ക്ലാസ് നേരത്തെ നിർത്തിയല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുക കേട്ടോ. പഠിച്ചിട്ട് എല്ലാവരും കിടക്കാവുള്ളേ. നമുക്ക് സമയം വളരെ കുറവാണ്. 1 മാസം ഉണ്ടെന്ന് പറഞ്ഞാലും ഇനി വളരെ സമയം കുറവാണ്. അപ്പോൾ ടെക്സ്റ്റും നന്നായിട്ട് വായിക്കുക, അതുപോലെ തന്നെ നോട്ട്സും നന്നായിട്ട് കവർ ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്.